നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കൂടെ പുറത്തു പോകണമെന്ന് പ്രിയങ്ക നിങ്ങളോട് പറഞ്ഞു. പറയാമേ, അങ്ങനെ ഒരു പരാതി പ്രിയങ്കയ്ക്കുണ്ടോ? ഞാനൊരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല. ആയിരിക്കട്ടെ, തനിക്ക് എന്റെ കൂടെ പുറത്ത് ചുറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതിപ്പോ ചീത്ത പറഞ്ഞിട്ടായാലും തല്ലിയിട്ടായാലും അവളെ കൊണ്ട് സത്യം ഞാൻ പറയിക്കുകയും ചെയ്യും. അവളെ ഒന്നും ചെയ്യണ്ട. എന്റെ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. അതിനുള്ള കാരണങ്ങള് നമ്മുടെ വീടിനകത്ത് തന്നെ ഉണ്ടല്ലോ. അങ്ങനെ നീ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാ ഞാൻ ചോദിക്കുന്നേ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യമാണെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും ഒരുപോലെ അറിഞ്ഞു. അതിനുള്ള പരിഹാരവും നമ്മൾ ചെയ്തു. പിന്നെ ഇവിടെ വന്നപ്പോ വരുൺ അവളെ കണ്ടതോ തിരിച്ചറിഞ്ഞതോ അതാണ് നിന്റെ മനസ്സിലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്. അവൻ ഇനി അടുത്ത തവണ വരുമ്പോ കാണണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാ പോരെ. രായ്ക്ക് രാമാനൻ തല്ലി ഓടിച്ചാ പോരേടി. നിന്റെ മോളുടെ ജീവിതം സുരക്ഷിതമാവില്ലേ? അമ്മയ്ക്കറിയാവുന്ന എല്ലാ പരിഹാരങ്ങളും ഇങ്ങനെ തന്നെയാണോ? നമ്മളെ പോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം മനുഷ്യരാമേ. അങ്ങനെ ചിന്തിച്ചാ മനസ്സിലായി. നിന്റെ രാധിക മോളെ ഞാനൊന്നും പറയാനും പാടില്ല. പക്ഷെ അവളെ കൊണ്ട് നീ നീറി ചാവുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാ കാലത്തും എന്റെ മുമ്പിൽ അവളെ ന്യായീകരിക്കുന്നത് നിനക്ക് വലിയ താല്പര്യമായിരുന്നല്ലോ. ഇനി അതുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായി. യശോദേ, പണ്ടേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എത്ര ചേർത്ത് പിടിച്ചാലും സ്വന്തം കുഞ്ഞിനെ പോലെ മറ്റൊന്ന് അമ്മയുടെ മനസ്സിൽ വരില്ല. അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് അഭിനയിക്കാനൊക്കെ പറ്റും, പക്ഷേ യാഥാർത്ഥ്യം അതല്ല. എന്നോട് സംസാരിച്ച് നീ നിന്റെ മനസ്സമാധാനം കളയണ്ട. കിടന്നു. എന്താ എടുത്തി? അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇത് കാലിലിടാറുള്ളതാ. രോഗത്തിനൊന്നും ഉള്ളതല്ല. ഉർവശി ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? അതിനെങ്ങനെയാ? അവക്കതിന് നേരം വേണ്ടേ പത്മിനി? കണിമംഗലത്തിന്റെ മുക്കും മൂലയിലും എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കിടക്കുന്നു. അമ്മ കളിയാക്കൊന്നും വേണ്ട. അമ്മയുടെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ ഇതുവരെ? എന്തെങ്കിലും ചോദിച്ചു വന്നാ പറയും അതൊക്കെ പത്മിനി നോക്കിക്കോളും, നീ ഇടപെടണ്ടെന്നല്ലേ? അതും കേൾക്കണം, കുറ്റം പറയുന്നതും കേൾക്കണമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടാണമ്മേ. ഇതിന്റെ പേരിൽ ഇനി പരിഭവം പറച്ചിലൊന്നും വേണ്ട. അമ്മയുടെ കാര്യങ്ങൾ ഞാൻ സന്തോഷത്തോടെയാ ചെയ്യുന്നേ. അതങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ. അമ്മേ, ഞാനേ വേറൊരു കാര്യം ചോദിക്കാനാ വന്നേ. എന്ത്? എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. വരുണും പ്രിയങ്ക എന്നാ അങ്ങോട്ട് വിരുന്നിന് ചെല്ലുന്നെന്ന് ചോദിച്ചിട്ട്. അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ, ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോവാന്നുള്ളത്. ആര് പോകുന്നത്? വരുൺ അവളെയും കൂട്ടി പോകുന്നു എനിക്ക് തോന്നുന്നില്ല കൽപ്പന. അവര് ചെല്ലുവെന്ന ആ ആഗ്രഹവും മനസ്സിൽ വെച്ചോണ്ട് നടക്കണ്ടെന്ന് വീട്ടുകാരോട് പറഞ്ഞേക്ക്. അത് നീയാണോ തീരുമാനിക്കുന്നേ? ഞാൻ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. അല്ല, ബന്ധുക്കളുടെ വീട്ടിലേക്ക് വേണ്ട. ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളല്ലേ, അവര് ഒന്നിച്ചൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ? തൊട്ടടുത്ത കടയിലേക്കെങ്കിലും. അത് പിന്നെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ നടക്കല്ലേ ഉർവശി. അമ്മ അങ്ങനെ പറഞ്ഞ് കുറച്ച് കാണിക്കൊന്നും വേണ്ട. അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോ നിങ്ങൾ വിശ്വസിക്കത്തുമില്ല. പക്ഷേ അല്പം ബുദ്ധിയോടെ ചിന്തിച്ചാ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ചെയ്തു എന്ന് വേണ്ട.
അവർ ഒരുമിച്ച് എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ എന്റെ വീട്ടിലൊന്ന് പോവാൻ പറയണം. അല്ലെങ്കിൽ എനിക്കത് കുറച്ചില്ല. എടുത്തി, ഞാൻ കാര്യമായിട്ട് പറയാം. അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച നേരത്തെ പരിഹരിക്കാം. വളർന്നു വലുതായിട്ട് വെട്ടാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. അവര് പറയുന്നതിലും കാര്യമില്ലേ അമ്മേ? ബന്ധുക്കൾ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഞാൻ അവനോട് എങ്ങനെ പറയുമെന്ന് കരുതിയിട്ടാ. നമുക്ക് നോക്കാം. അവളെയും കൊണ്ട് പുറത്തു പോവാൻ ഞാൻ പറയാം. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ. ഓ, എല്ലാം നേരെ ചൊവ്വയായി കണ്ടാ മതിയായിരുന്നു. ഒരു വീഴ്ച കാണാൻ കാത്തിരിക്കുക കൽപ്പന ഉർവശിയൊക്കെ. കണ്ണുരുട്ടി നോക്കാൻ അവരുണ്ടെന്ന് കരുതി നമ്മൾ തലകുനിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഉം. പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇതോടെ പോവാ? ഞാൻ എവിടേക്കില്ല, വെറുതെ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അല്ലാതെ വേറെ അത്യാവശ്യമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ, ഉണ്ട്. നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോ അവര് നിന്റെ ഭാര്യയെ കുറിച്ചൊന്നും ചോദിക്കാറില്ലേ? ഹ, നിന്റെ കൂട്ടുകാരെല്ലാം കല്യാണത്തിന് വന്നതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആ, ചിലര് ചോദിക്കും. എന്താ? അവരുടെ അടുത്ത് ചെല്ലുമ്പോ എന്താ അവളെയും കൊണ്ട് വരാത്തതെന്ന് ചോദിക്കുന്ന ഒറ്റ സുഹൃത്തു പോലും നിനക്കില്ലേ? അങ്ങനെയുള്ളവരാണ് എല്ലാവരും. എന്താ മുത്തശ്ശിയുടെ പ്രശ്നം? എടാ, ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോ ആർക്കാ എത്ര താല്പര്യം? താല്പര്യം ഉണ്ടാവില്ലേ? തൊട്ടപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ വിവാഹത്തിനെ കുറിച്ചും അവൾക്ക് വന്ന പയ്യനെ കുറിച്ചും ഒക്കെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ. ആ, അതുപോലെ നിന്നെ കുറിച്ചും ചർച്ച ചെയ്യും. എന്റെ കൂടെ പുറത്തു പോകണമെന്ന് പ്രിയങ്ക നിങ്ങളോട് പറഞ്ഞു? പറയാമേ, അങ്ങനെ ഒരു പരാതി പ്രിയങ്കയ്ക്കുണ്ടോ? ഞാനൊരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല. ആയിരിക്കട്ടെ, തനിക്ക് എന്റെ കൂടെ പുറത്ത് ചുറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രിയങ്ക മോക്കില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പുറത്ത് കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടി ഒരു ഫംഗ്ഷൻ തന്നെ സംഘടിപ്പിക്കാം. ദേ, എന്നിട്ട് നാട്ടുകാർ കാണുക ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡാൻസും ചെയ്യാം. മതിയോ? നിർത്തടാ. നീയേ മുത്തശ്ശിയോടാണോ സംസാരിക്കുന്നത്? എന്റെ പൊന്നു മുത്തശ്ശി, ദേ, എനിക്ക് പോകാനുള്ള സ്ഥലങ്ങള് ഞാൻ തനിച്ചു പോകേണ്ടതാ. വെറുതെ ഓരോ നിർബന്ധങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ. മോളെ പ്രിയങ്കേ, നീ പോയി റെഡി ആയിട്ട് വാ. എന്തിന്? എന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ. വേണ്ട മുത്തശ്ശി, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. ചെന്ന് റെഡി ആയിട്ട് വാ. ചെല്ലുമോളെ. പോ. ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. വരൂ, നീ വാശി പിടിക്കല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.